അപ്പോൾ സോളാർ ഉപയോഗിക്കുന്നത് ലാഭമോ നഷ്ടമോ എന്നുള്ളതാണ് പൊതുവെ നമ്മൾ നോക്കുന്നത്. അപ്പോൾ യൂണിറ്റിൻ്റെ ഒരു കോസ്റ്റൊക്കെ വെച്ചിട്ടാണ് നമ്മളത് ലാഭകരമാണ്, കൂടുതൽ കറണ്ട് ചാർജ് വരുന്ന ആളുകൾക്ക് ആണത് ലാഭമുള്ളൂ, അല്ലാത്തവർക്ക് ലാഭമില്ല എന്നൊക്കെയുള്ള തരത്തിലാണ്. ഇതാണ് നമ്മുടെ സോളാർ പാനൽ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫ്രെയിം. 6 പാനലാണ് ഇത് ഫിക്സ് ചെയ്യാനുള്ളത്. മിന്നൽ രക്ഷാചാലകം ഫിക്സ് ചെയ്യാനുള്ള ഒരു കമ്പി അത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സോളാർ പാനൽസ്. ഇത് നമ്മൾ വെച്ചിട്ട് ഇപ്പോൾ ഒരു 8 മാസമായി. അപ്പോൾ അതുപോലെ പൊടി അവിടെ നമുക്ക് കാണാൻ പറ്റും, പൊടി പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊന്ന് ചെറുതായി തുടച്ചെടുക്കാനും കൂടിയാണ് മിന്നൽ രക്ഷാചാലകം. മിന്നലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് പാനലിനും വീടിനും കേട് പറ്റാതിരിക്കാൻ ഇത് സഹായിക്കും. അപ്പോൾ പാനൽ വളരെ സോഫ്റ്റായിട്ടുള്ള തുണി വെച്ചിട്ട് വേണം തുടച്ചെടുക്കാൻ. അതിനൊരു തരത്തിലുള്ള ഡാമേജും ഉണ്ടാവാതെ ശ്രദ്ധിക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൂടുതൽ പൊടി വരുന്ന സമയത്ത് നമ്മളിങ്ങനെ ഇപ്പം നനച്ചിട്ടിരിക്കുകയാണ്. നനച്ച് ഒന്ന് കഴുകുന്നത് എഫിഷ്യൻസി നിലനിർത്താൻ സഹായിക്കും. അപ്പോൾ 6 പാനലുകളാണ് ഉള്ളത്. അപ്പോൾ അതിലെ കമ്പനിയുടെ പേര് ഒക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. മെയ്ഡ് ഇൻ ചൈനയാണ്. 2021 ഉണ്ടാക്കിയതാണ്. $450 വാട്ട്സാണ് കപ്പാസിറ്റി. നമ്മൾ സോളാർ പാനലിൻ്റെ കാര്യം പറഞ്ഞ പോലെ അതിൻ്റെ ബാറ്ററിക്ക് ഒരു പീരിയോഡിക് മെയിൻ്റനൻസ് ആവശ്യമുണ്ട്. അപ്പോൾ അതിൽ വെള്ളം കുറയുന്നത് നമ്മൾ മാസത്തിലൊരിക്കൽ അത് തുറന്നു നോക്കി വെള്ളം കുറവുണ്ടെങ്കിൽ അത് ഒന്ന് ഒഴിച്ചു കൊടുക്കണം. വെള്ളം തീരെ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അത് ബാറ്ററിയുടെ എഫിഷ്യൻസിയെ ബാധിക്കും. നമുക്ക് ഇൻഡിക്കേറ്ററിൽ കാണാം. സാധാരണ നമ്മൾ ബാറ്ററിയിലൊക്കെ ഉപയോഗിക്കുന്ന അതേ ഒരു ഇൻഡിക്കേറ്ററാണ്. ചിലതിൽ ഇൻഡിക്കേറ്റർ ശരിക്കും വർക്ക് ചെയ്തില്ല എന്ന് വരും. അപ്പോൾ അതുകൊണ്ട് ഇൻഡിക്കേറ്റർ മാത്രം ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മളത് മാസത്തിലൊരിക്കൽ തുറന്ന് നോക്കുക, വെള്ളം ടോപ്പപ്പ് ചെയ്യുക. എക്സൈഡിൻ്റെ സോളാർ ട്യൂബുലർ ബാറ്ററിയാണ് നമ്മൾ 150Hൻ്റെ 4 ബാറ്ററികളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ എക്സൈഡിൻ്റെ തന്നെ ബാറ്ററി വാട്ടറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. 5 ലിറ്ററിൻ്റെ ഇപ്പോൾ ഈ ഒരു 8 മാസത്തിനിടയിൽ 5 ലിറ്റർ ഉപയോഗിച്ചത് ഇപ്പോൾ 6ാമത്തെ ലിറ്ററിലേക്ക് കടന്നിട്ടുണ്ട് ബാറ്ററി വാട്ടർ. അപ്പോൾ അത് കുറയുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ടോപ്പപ്പ് ചെയ്ത് കൊടുക്കുക. അതാണ് അതിൽ കൃത്യമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ നമ്മൾ ബാറ്ററി എല്ലാം ടോപ്പപ്പ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് കാണാം ഇൻഡിക്കേഷൻ. ചില ഇൻഡിക്കേറ്റേഴ്സ് ഒന്നും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അത് എന്തായാലും പീരിയോഡിക്കായിട്ട് നമ്മൾ മാസത്തിലൊരു തവണയെങ്കിലും അഴിച്ചു നോക്കുന്നത് നന്നായിരിക്കും. ഇതിപ്പോൾ ഒരു 80,000 റുപ്പീസിൻ്റെ ബാറ്ററി പാക്കാണ്. ഒരു ബാറ്ററിയും കൂടി പാനലിൻ്റെ എഫിഷ്യൻസി വെച്ച് നോക്കുമ്പോൾ ഒരു ബാറ്ററിയും കൂടെ വേണമെങ്കിൽ വെക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ പാനലിൻ്റെ ഒരെണ്ണം 6 പാനലാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. അതനുസരിച്ച് വേണമെങ്കിൽ ഒരു ബാറ്ററിയും കൂടി വെക്കാവുന്നതേ ഉള്ളൂ. അത്രയും കൂടി കറണ്ട് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. ഇപ്പോഴത്തെ ഒരു ആവശ്യത്തിന് മതിയാകും എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു 4 ബാറ്ററി വെച്ചത്. ഇനി ഇത് കൂടാതെ ഇതിൽ ഒരു റെഗുലേറ്റർ ഉണ്ട്. അപ്പോൾ ഇതിലാണ് നമുക്ക് റീഡിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുക. അതിൽ പാനൽ വോൾട്ട് അത് കാണിക്കും. ഇപ്പോൾ വെയിൽ കുറവുള്ള സമയമാണ്. അപ്പോൾ ഇതുവരെ 1607 യൂണിറ്റ്സ് ഉണ്ടായിട്ടുണ്ട് 8 മാസം കൊണ്ട്. അപ്പോൾ ഒരു ശരാശരി നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 200 യൂണിറ്റ് മാസം ഉണ്ടായി വരുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. കൂടാതെ ഒരു ഇൻവേർട്ടർ ഉണ്ട്. അപ്പോൾ അതിൽ അത് റെഗുലേറ്റ് ചെയ്യാനൊരു സ്വിച്ചും ഉണ്ട്, ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട്. ഇപ്പോൾ അത് ഓണാണ്.
അപ്പോൾ ഇതിൽ എത്ര ലോഡുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. ബാറ്ററിയുടെ ഹീറ്റ്, സിസ്റ്റത്തിൻ്റെ ഹീറ്റ്. ഇപ്പോൾ ഇൻവെർട്ടർ തന്നെയാണുള്ളത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 52.4 വോൾട്ട് ഉണ്ട്, അത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിലെത്ര ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇൻവെർട്ടർ വഴി നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അതാണ് അതിൻ്റെ വേറൊരു പ്രധാനപ്പെട്ട ഭാഗം. അപ്പോൾ സോളാർ ഉപയോഗിക്കുന്നത് ലാഭമോ നഷ്ടമോ എന്നുള്ളതാണ് പൊതുവെ നമ്മളത് നോക്കുന്നത്. അപ്പോൾ യൂണിറ്റിൻ്റെ ഒരു കോസ്റ്റൊക്കെ വെച്ചിട്ടാണ് നമ്മളത് ലാഭകരമാണ്, കൂടുതൽ കറണ്ട് ചാർജ് വരുന്ന ആളുകൾക്ക് ആണത് ലാഭമുള്ളൂ, അല്ലാത്തവർക്ക് ലാഭമില്ല എന്നൊക്കെയുള്ള തരത്തിലാണ് നമ്മളത് കണക്ക് കൂട്ടുന്നത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു യൂണിറ്റിന് ഒരു 15 രൂപയൊക്കെ വെച്ച് കണക്ക് കൂട്ടണം എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. കാരണം നമ്മൾ സംസ്ഥാനം പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങുന്നത് ഏതാണ്ട് ഒരു 15 രൂപ അല്ലെങ്കിൽ ഏതാണ്ട് ആ ഒരു നിരക്കിലൊക്കെയാണ്. അപ്പോൾ ഏതാണ്ട് ആ ഒരു നിരക്കിൽ വേണം നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത്, അല്ലാതെ നമുക്ക് വരുന്ന ഒരു മന്ത്ലി കറണ്ട് ബില്ലിൻ്റെ അടിസ്ഥാനത്തിൽ കൂട്ടിയാൽ പോരാ. പിന്നെ അതിലുള്ള ഏറ്റവും വലിയൊരു ലാഭം എന്ന് പറയുന്നത് കറണ്ട് പോകുന്നില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഞാനിത് കുറേ വർഷം മുമ്പ് ആലോചിക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ പെട്ടെന്ന് ഈ ദേശീയപാതയുടെ സമീപത്ത് ആയതുകൊണ്ട് തന്നെ പോസ്റ്റ് മാറ്റലൊക്കെ ആയിട്ട് നിരന്തരം പവർ സപ്ലൈ ഫെയിലിയർ ഉണ്ടാവുന്ന ഒരു സാഹചര്യം കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇതിപ്പോൾ മാറ്റിയത്. അതിനുശേഷം കഴിഞ്ഞ 8 മാസമായി കറണ്ട് പോയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ വളരെ കുറച്ച് വെയിലുണ്ടായിരുന്ന ദിവസങ്ങളിൽ പോലും അത്യാവശ്യം വേണ്ട ഏതാണ്ട് ഏറ്റവും കുറവ് യൂണിറ്റ് ഉൽപ്പാദിപ്പിച്ചതെന്ന് പറയുന്നത് 0.8 ആണ്. ഒരു 10.6 വരെ പരമാവധി നല്ല വെയിലുള്ള ദിവസങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ബാറ്ററിയുടെ കാര്യം നോക്കിയാൽ 5 വർഷമാണ് ബാറ്ററിക്ക് വാറണ്ടി ഉള്ളത്. അപ്പോൾ 5 വർഷം കഴിയുമ്പോൾ ബാറ്ററി ചിലപ്പോൾ മാറ്റേണ്ടി വരും, ചിലപ്പോൾ കുറച്ച് കാലം കൂടി നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യുന്നതനുസരിച്ചിട്ട് ഒരു വർഷം കൂടിയൊക്കെ ചിലപ്പോൾ കിട്ടുമായിരിക്കും. അപ്പോൾ അത് കിട്ടുന്നതൊക്കെ ബോണസാണ്. അപ്പോൾ ബാറ്ററി നമ്മൾ 80,000-ൻ്റെ ബാറ്ററി നമ്മൾ റിട്ടേൺ ചെയ്യുമ്പോൾ ഒരു 20,000 നമുക്ക് കിട്ടും. അപ്പോൾ ഒരു 60,000 ആണ് അതിൽ വരുന്ന ഒരു മാർജിനൽ വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ സീനിയറായിട്ടുള്ള ഒരു അധ്യാപകൻ അപ്പോൾ വളരെ രസകരമായൊരു മറുപടിയാണ് അതിന് പറഞ്ഞത്. അദ്ദേഹം ഇതേപോലെ വീട്ടിൽ സോളാർ വെച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ചോദിച്ചു, ഇത് വലിയ നഷ്ടമല്ലേ? അപ്പോൾ സാറ് പറഞ്ഞ മറുപടി, സുഹൃത്തൊരു കാറ് വാങ്ങി, 8 ലക്ഷത്തിനൊരു കാറ് വാങ്ങി 4 വർഷം മുന്നേ. ഇപ്പോൾ അതിന് മാർക്കറ്റിൽ കിട്ടുന്ന വില പരമാവധി കിട്ടാവുന്നത് 4 ലക്ഷമാണ്. അപ്പോൾ സാറ് പറഞ്ഞു, ഞാൻ ഒരു സോളാർ വെച്ചു, 80,000 രൂപ ബാറ്ററിക്ക് പോയി, ഇപ്പം 4 വർഷം കഴിഞ്ഞു അല്ലെങ്കിൽ 5 വർഷം കഴിഞ്ഞു, എനിക്കതിൽ വരുന്ന ഒരു നഷ്ടമെന്ന് പറയുന്നത് ഒരു 60,000 ആണ്. അപ്പോൾ അത് ഈ പറയുന്ന രീതിയിൽ നമ്മളൊരു യൂണിറ്റ് വൈസ്, ഞാൻ പറഞ്ഞല്ലോ ഒരു 1600 യൂണിറ്റ് ആണ് 8 മാസം കൊണ്ട് ഉണ്ടാക്കിയത്. അപ്പോൾ ശരാശരി 200 യൂണിറ്റ് ഒരു മാസം ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതിനൊരു 15 രൂപ, അതായത് മാർക്കറ്റ് പ്രൈസ് വെച്ച് നമ്മൾ കൂട്ടുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇത് ഈ പറയുന്ന മാതിരിയുള്ള ഒരു നഷ്ടം ഉണ്ടാകുന്ന കാര്യമല്ല. മാത്രമല്ല വെറുതെ പാഴായി പോകുന്ന ഊർജ്ജമാണ്. അപ്പോൾ ആ ഊർജ്ജം നമ്മൾ പരമാവധി ഉപയോഗിക്കുക, അപ്പോൾ ഉപയോഗിക്കാൻ ബാക്കിയുള്ള ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കുക, ഇതൊക്കെയാണ്. അപ്പോൾ ഞാൻ വെച്ചിട്ടുള്ളത് ഒരു ഓഫ് ഗ്രിഡ് സിസ്റ്റമാണ്. വീടിൻ്റെ റൂഫ് ചരിഞ്ഞതായതുകൊണ്ട് KSEB ഞാൻ അന്വേഷിച്ചപ്പോൾ അവരന്ന് നേരെയുള്ള റൂഫിൽ മാത്രമേ കൊടുക്കുന്നുള്ളൂ എന്നുള്ള ഒരു ഇത് പറയും. അപ്പോൾ അപേക്ഷ അന്ന് സ്വീകരിക്കുകയുണ്ടായില്ല. അപ്പം അങ്ങനെ എൻ്റെ ഒരു സുഹൃത്ത് മുഖേനയാണ് ഈ ഒരു സിസ്റ്റം സ്ഥാപിച്ചത്. കോഴിക്കോട് മലാപ്പറമ്പിലാണ് അവർ. ധാത്രി ഇംപെക്സ് എന്നാണ് സ്ഥാപനത്തിൻ്റെ പേര്. വളരെ വർഷങ്ങളായി അവർ സ്വന്തം വീട്ടിലും ഉപയോഗിക്കുന്നുണ്ട്, ഒരുപാട് സ്ഥാപനങ്ങളിൽ ഈ സംവിധാനം വെച്ചിട്ടുണ്ട്. വളരെ വിജയകരമായി മുന്നോട്ട് പോകുന്നുണ്ട്. അതിൻ്റെ മെയിൻ്റനൻസ് നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളത് പ്രധാന കാര്യമാണ്. മാസത്തിലൊരിക്കലെങ്കിലും ബാറ്ററി ഈ വാട്ടറിൻ്റെ ലെവൽ നോക്കുക, അത് ടോപ്പപ്പ് ചെയ്യുക. റെഗുലറായി യൂണിറ്റ്സ് എഫിഷ്യൻസി എത്ര ഉണ്ട് എന്ന് നമ്മൾ റെഗുലേറ്റർ നോക്കിയിട്ട് മനസ്സിലാക്കുക. ഇതൊക്കെ ചെയ്തതിൽ കുറവുണ്ടെങ്കിൽ പാനൽസിൻ്റെ മുകളിൽ മണ്ണൊക്കെ അടിഞ്ഞു കൂട്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ വളരെ ശ്രദ്ധാപൂർവം ക്ലീൻ ചെയ്യുക.
ഇതൊക്കെ ചെയ്താൽ നല്ല ലൈഫ് കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി കുറച്ച് കാലം കൂടി കഴിയുമ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ ഒരു റിസൾട്ട് എന്നുള്ളത് വേറൊരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യാം. നന്ദി, നമസ്കാരം.